നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും ഫോട്ടോൺ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 12 ബോർഡ് എക്സാമുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രീ ക്രാഷ് കോഴ്സാണ്. ഇത് കേരള സിലബസ് ആൻഡ് CBSE സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. ഇതിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നീ 3 സബ്ജക്റ്റുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റ് സീരീസ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വഴി സാധിക്കുന്നില്ല എങ്കിൽ ടെലഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോൺ ക്ലാസ് 12 ക്രാഷ് PCM ഗ്രൂപ്പ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും അസിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്രാഷ് കോഴ്സ് എന്നും എങ്ങനെ ക്രാഷ് കോഴ്സ് ഉപയോഗിക്കണമെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെക്ടർ ആൽജിബ്രയിലെ മറ്റൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ എ വെക്ടർ ഈസ് ഈക്വൽ ടു I-2j ആൻഡ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 7. കഴിഞ്ഞ ക്വസ്റ്റില് നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു. യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വെക്ടറിന്റെ തന്നെ ഡയറക്ഷൻ ആണ്. അപ്പോൾ എ വെക്ടറിന്റെ ഡയറക്ഷൻ ഉള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ ക്യാപ്പ് ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അതിന്റെ ഡയറക്ഷൻ ചോദിച്ചാൽ ആരുടെ ഡയറക്ഷൻ തന്നെയായിരിക്കും? എ വെക്ടറിന്റെ തന്നെ ഡയറക്ഷൻ ആയിരിക്കും. ഇനി മാഗ്നിറ്റ്യൂഡ് 7 ഉള്ള വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? എ ക്യാപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്ന് അറിയാമല്ലോ. അപ്പൊ 7 ഇൻറ്റു എ ക്യാപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 7 എന്ന് വരും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എ ക്യാപ്പ് കണ്ടുപിടിക്കുക, അതിനുശേഷം അതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയും ചെയ്താൽ മതി. അപ്പൊ എ ക്യാപ്പ് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞായിരുന്നു. എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ചെയ്യണം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എങ്ങനെ കാണാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ തന്നിരിക്കുന്ന കമ്പോണൻസിന്റെ സ്ക്വയർ എടുക്കുക, അതിനുശേഷം റൂട്ട് എടുക്കുക. 1 ന്റെ സ്ക്വയർ 1, -2 ന്റെ സ്ക്വയർ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? √5 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു I ക്യാപ്പ് -2j ക്യാപ്പ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? √5. ഇവിടെ എന്ത് വരും? √5 എന്ന് വരും. തീർന്നില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ വെക്ടറിന്റെ ഡയറക്ഷൻ ഉള്ള എന്നാൽ എന്താണ് 7 മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ അതിന്റെ ഉത്തരം? 7 എ ക്യാപ്പ് ആയിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ കമ്പോണന്റിന്റെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 7 I ക്യാപ്പ് ബൈ √5 മൈനസ് എന്ത് വരും? 7 × 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 14 ജെ ക്യാപ്പ് ഡിവൈഡഡ് ബൈ √5. ഇതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഇത് നോട്ട് ചെയ്യുക. അടുത്ത വീഡിയോസ് ഉടനെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല രീതിയിൽ തന്നെ പഠിക്കുക.